ഗൈസ്, ഓ നൈസ്. നമ്മളിപ്പോൾ പുതിയാപ്പ ബീച്ചിലാണുള്ളത്. ഇതാണ് എൻ്റെ കസിൻസ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പുറത്ത് പോകും, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. ആൻഡ് പുതിയപ്പ ബീച്ചിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഒരു മാമൻ്റെ വീട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോൾ നമുക്ക് ഒറ്റ മാമൻ, കൃപേഷ് മാമൻ. ഓ, ദുർഘടം പിടിച്ച പാതയാണ്. ഓ നൈസ്. ഞാൻ കേറട്ടെ? എനിക്ക് പേടിയാവുന്നു. ഇവരൊക്കെ കേറാണ്. നമുക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാം? എന്നെ കൈ പിടിക്കുക ആരെങ്കിലും. കമോൺ, ഇത് പിടി, ഫോൺ പിടി. ഗൈസ്, ഇവിടെ നിക്കാൻ കുറച്ച് പാടാണ്. അയ്യോ, ഫോക്കസ് ഞാൻ പലതും ചെയ്യും. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ മാമന്റെ വൈഫിന്റെ അടുത്തേക്ക് പോവാണ്, മാമീന്റെ അടുത്ത്. അപ്പൊ ഞാന് മാമീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ല, ഞാൻ ഇല്ല ഫോട്ടോയില്, പിന്നെ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ഇവര് കല്യാണത്തിന്റെ സമയത്ത് ഞാന് പുറത്തായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടിയില്ല. ഇതാരോ ഈ വണ്ടി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ബീച്ചിൽ കയറി. മാമ വീട്ടിൽ പോയി വരുന്ന സമയം കൊണ്ട് എന്നിട്ട് ഞങ്ങൾ പോവാണ് ഇപ്പോ. ഓക്കെ, ചേച്ചീന്റെ വീട്ടിലേക്ക്. ഇപ്പൊ ചേച്ചീന്റെ വീട്ടിലെത്തി. ഞാനിപ്പോ റിയൽ വ്ളോഗർ, ചേച്ചി ഇൻസ്റ്റാഗ്രാം വ്ളോഗർ, ഞാൻ യൂട്യൂബ് വ്ളോഗർ. ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം. എനിക്ക് അടി കിട്ടുമോ മോനെ? നമ്മൾ വഴി വെട്ടുന്നവരാണ്. അതാ ഫാസിയാണ് വഴി വെട്ടുന്ന. ഞങ്ങൾ പിൻഗാമി. ഓ, ഇവിടെ നോക്ക്. ഇതല്ലേ അച്ഛനെ പറഞ്ഞ ക്വാറി. ഇതൊക്കെ ഇത് കൊക്കയാണ്. നടക്ക് ഹായ് കാണിച്ചത് എല്ലാവരും ഓടി. കാര്യം അത് ആരും സഞ്ചരിക്കാത്ത വഴിയാണ്. അല്ല, ആരും സഞ്ചരിക്കാന്ന് നമുക്ക് അറിയില്ല അല്ലേ. നല്ലൊരു വീട്. അതാ ഊഞ്ഞാലായിരുന്നു. ക്യാമറ കണ്ണുകൾ, ഞങ്ങളുടെ ലെൻസ്മാൻ. എനിക്ക് പേടിയുണ്ട് കുറച്ച്. ദൈവമേ, താഴെ വീണാ തല ഇടിക്കോ? എന്തെങ്കിലും ആവോ? ഏതാ ആന്റി നോക്കണ്ട്. എങ്ങനെ ഇറങ്ങാ? ഞാൻ ഇറങ്ങൂല. ഇറങ്ങും, മലന്നടിക്കാതെ ആ കമ്പിയൊക്കെ പിടിച്ച. എനിക്ക് പേടിയാവും. പിടിക്കൊന്നും വേണ്ട, പോയി ഇറങ്ങി. ചേച്ചി വെറും ഇൻസ്റ്റാഗ്രാം വ്ളോഗർ അല്ലേ, പക്ഷെ അവൾ യൂട്യൂബ് വ്ളോഗേഴ്സും കേട്ടിരിക്കും. ആ, താങ്ക് യു. കുഴപ്പമില്ല, വന്നോളൂ. ആ വയറൊന്ന് പിടിക്കണ മോളെ, ചോക്ക് അടിക്കൂ. ഉണ്ണി ദ റിയൽ ജെന്റിൽമാൻ. ഓക്കെ, ഫസ്റ്റത്തെ 3 സ്റ്റെപ്പേ കുഴപ്പമുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ അയ്യാ ഹായ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇങ്ങോട്ടെത്താൻ. നല്ലൊരു നാട്ടും പുറം. അവിടെ കണ്ടോ? നമുക്ക് അങ്ങോട്ട് നടക്കാട്ടോ. ഞങ്ങൾ നടന്നിട്ട് വരാം. ഓ, മാച്ചി എത്തിയോ? ഐ എം സോ പ്രൗഡ് ഓഫ് യു. എന്താ അങ്ങനെ? ഈ കുട്ടികളൊക്കെ എനിക്ക് എന്റെ ഫേസ് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാന്, സമയാവട്ടെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്.
സോ കുട്ടികളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ കാട്ടിനുള്ളിൽ കൂടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ. ഇത് ഏതാണ്, ഇത് എന്താണ് സാധനം നിങ്ങൾ പറയൂ. ഞാൻ അറിയാൻ ആരും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇതിലൂടെ വരാം, ഇതിലൂടെ വരട്ടെ. യെസ്, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി ഇതിലൂടെ വരാനുള്ള. ഓർക്കറിയില്ല, ഒരു വന്നോളം പറഞ്ഞു. ഏച്ചി പറഞ്ഞു വന്നോളാം. ഏച്ചി അല്ലല്ലോ, മാമിയല്ലേ. മാമിയാണ് ഏച്ചി. കാട് കയറി. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. റെഫറൻസ് ആടോ, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ദുർഘടമായ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിതൊക്കെ വെറും പുല്ലാണ് ഗൈസ്. ഏച്ചി പറഞ്ഞല്ലോ അതിലൂടെ വന്നോ. അപ്പൊ ഇതിലൂടെ വഴി ഉണ്ടോന്നോ പറഞ്ഞ. വഴിയില്ലേ, വഴി നമ്മൾ കണ്ടെത്തിയിരിക്കും. വഴിയില്ലേ, നമ്മൾ വെട്ടും. അതെ, പിന്നെ വെട്ടാൻ വടി എടുത്ത് വെച്ചു. എന്നൊരു ചെടി വള്ളി എന്നെ വളയ്ക്കാൻ ശ്രമിച്ചു. ഇതാണ് ഞാൻ. വള്ളി എന്നെ ചുറ്റിപ്പിടിച്ചു. എന്തൊക്കെയാ പറയുന്നത് guys? ഞാൻ എന്റെ അടുത്ത ചേച്ചയ്ക്ക് ഇഷ്ടമല്ല ഇത് പണ്ടാരം. ഈ ചെക്കന്മാർക്ക് എങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആ കുഴപ്പമില്ല, ഇത് പിന്നെ കുഴപ്പമില്ല. ചവിട്ടാനൊരു പാതയെങ്കിലും. ഗംഗു അതെന്ത് തിരിയാത്? ഓ, ഇത് എളുപ്പ വഴി, നമ്മൾ പെട്ടെന്ന് എത്തി. കണ്ടോ, ഞാൻ പറഞ്ഞോണ്ടാ ഈ വഴി വന്നു. സുഭാഷേ, കുട്ടേട്ടാ, പാമ്പ് കടിച്ചു പറയുന്നു. വൈറൽ കണ്ടന്റ്. അവിടെ കുറെ കാട്ടുചെടികളുണ്ട്. പേരെന്താ? ഇതുണ്ടോ, ഇത് കുട്ടികളെ ഇതാക്കാൻ വേണ്ടിട്ടുള്ള സാധനം. ഇത് അന്നശ്ശേരിയാണ് സ്ഥലം. അല്ല, ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ്. ലൈവ് ഒന്നല്ല, ഇത് ഞാൻ കട്ട് ചെയ്തിട്ടിടുക. ഓക്കെ, ഞാൻ ഇത് എന്റെ ആദ്യത്തെ വ്ളോഗ് അല്ലേ. ഫസ്റ്റ് വ്ളോഗ് വിൽ ബി ടീക്കറ്റിന്റെ ഉദ്ഘാടനം. അതെന്റെ ഇത് സെക്കൻഡ് വ്ളോഗാണ്. ഓ, സപ്പോർട്ടാ, വലിയ സപ്പോർട്ടാണ്. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യണം. പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് യെസ്, വ്ളോഗിങ് വാസ് ഓൾവേസ് ബീൻ ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്. വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. +2 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രീ ആവുന്നത്. അപ്പോഴാണ് എൻ്റെ കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനെല്ലാം സമയം. അതെ, ആ ചക്കമരം, ഫ്ലവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അപ്പോൾ ഈ സമയം നമുക്ക് വ്ളോഗ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണ്ടി അല്ലായിരിക്കും ചിലപ്പോൾ. ഈ വ്ളോഗ് നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് എനിക്ക് വലുതാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്, ഒരു വയസ്സായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. സോറി യൂട്യൂബിൽ അല്ല. എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കാണുന്നൊന്നും ആഗ്രഹമില്ല. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കിലോമീറ്റർ ആക്കണം. ഞാൻ രാവിലെ 4.25 കിലോമീറ്റർ നടന്നു. ഇവിടെ നല്ല കുറേ ചെടികളുണ്ട്. ഒന്നുമില്ലേ? ആ വെള്ള ഹിബിസ്കസ്, ഇത് ഞാൻ കോട്ടയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. വെള്ള ഹിബിസ്കസ്. എനിക്കറിയില്ല, നല്ല സുഖമുണ്ട് നടക്കാൻ. നല്ല കാറ്റും നല്ല വഴിയും. അതെ, കുഞ്ഞല്ല വലുത്. പപ്പായ നിങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ കർമൂസ പറയും, കോഴിക്കോട്. ആ റോഡ് കാണാലോ. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. പരിചയ സ്ഥലമാണ്, വേണേ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും ഞങ്ങൾ പോട്ടെ. സപ്പോർട്ടൊക്കെ പറങ്കിമാവ് കാണാൻ വന്നതാ. പറങ്കിമാവ് കണ്ടില്ല. നമ്മൾ തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടക്കുകയാണ് കേട്ടോ. കയ്യും കാലും. This is my watch. 1 million ayal she'll give you the face. Yeah. That's no review. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. നമ്മള് ഇല്ല, കുറച്ച് ഫുള്ളൊന്നും കിട്ടിയില്ല. Those people were so nice. കഴിക്കാൻ പറ്റാം. ഇവിടെ പറഞ്ഞ
ഇവർക്ക് ഭയങ്കര സതീശാന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. പറങ്ങി മാങ്ങ ഇവിടെ പറങ്ങി മാങ്ങ അറിയില്ല. പറങ്ങി മാങ്ങന്റെ അവിടെ നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. തിരിച്ചു വന്നപ്പോൾ ഒരു ചോദിച്ചു നിങ്ങളെന്തേ അവിടെ പോയില്ലേ എന്നൊക്കെ. സോ കൈൻഡ്. അങ്ങനെ കുറേ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അവൾ ചിലപ്പോൾ പോവുമായിരിക്കും, ചിലപ്പോൾ പോയില്ലായിരിക്കും. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഹായ് കുട്ടികൾ, ഇവരോട് എന്താ സംസാരിക്കാം? Hey guys. Hi. Hello. ഏത് ക്ലാസ്സിലാ? പീക്ക് ലെവൽ ഇഗ്നോറൻസ്. എന്താ പറഞ്ഞേ? അവിടെ ഒരു കുട്ടീനോട് ഏത് ക്ലാസ്സിലാ ചോദിച്ചപ്പോ വട്ടാണോ? ഇവിടുത്തെ കുട്ടികളൊക്കെ തലകറിച്ച കുട്ടികളാട്ടോ. എല്ലാരും ഇഗ്നോർ ചെയ്ത് പോയി. പീക്ക് ലെവൽ ഓഫ് ഇഗ്നോറൻസ്. ബോട്ടിംഗ് ഉണ്ട്, മക്കാനി ചായക്കട ഉണ്ട്. എന്നാ കൊണ്ടുപോകും, ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വെച്ച്. എന്താണ് സംഭവം? പറ്റി ഗൈസ്. ഹായ്. പീക്ക് ലെവൽ ഓഫ് ഇഗ്നോറൻസ്. ആദ്യം ഒന്നും വേണ്ടിയില്ല. പിന്നെ ഒരു കുട്ടി പാവം തന്നിട്ട് പറഞ്ഞു ഒന്നില്, പിന്നെ ഒന്നില്, പിന്നെ 6 കുട്ടികളൊക്കെ മൈൻഡ് ചെയ്യാണ്ട് പോയി. ഒരു കുട്ടി ചോദിച്ചു വട്ടാണോ? മുടി വെട്ടാണ് ചോന തലയിലായി. കുട്ടികളൊക്കെ എന്താണ് സോ റൂഡ് കുട്ടികൾ. ആരെ കുട്ടി ചിരിച്ചു, വേറെ എല്ലാ കുട്ടികളും. ഹായ് മോനു. സിഗ്മ സിഗ്മ ബോയ് സിഗ്മ. നമ്മളിങ്ങനെ കമന്റ് അടിക്കല്ലോ, അവർക്ക് ഭയങ്കര ബാഡാണ്. ഫ്രഷ് സപ്പോർട്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. അവിടെ വയറ് നിറയെ ഫുഡ് കഴിച്ചു. അപ്പോൾ അവരുടെ പ്രൈവസി മാനിച്ച് ഞാൻ അവരെ ഷൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, കുറെ ഫുഡ് കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്കും കുറെ കഴിച്ചു. ഇന്ന് ഫുൾ ഫുഡ് ആയിരുന്നു കഴിച്ചു. അത്രയും കഴിച്ചു. ഓരാണെന്നുണ്ടല്ലേ അവര് ഇതാണ് ഉണ്ണീനോട്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ പോവാണേ. ഒരു ടാറ്റ കൊടുക്കാം. ഓക്കെ, വേസിന്റെ കസിൻ ബേബീനെ ഇതൊന്നും പറയല്ലോ, പോയതൊന്നും കാണുന്നില്ലല്ലോ. കട്ട് ചെയ്ത് കളയാം. കൂടെ പിറന്നവരല്ലേ ഹൃദയം